അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്: വിശ്വാസിയും അവിശ്വാസിയും, പാവിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണ്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധന. അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്: വിശ്വാസിയും അവിശ്വാസിയും, പാവിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണ്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധന. അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്: വിശ്വാസിയും അവിശ്വാസിയും, പാവിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണ്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധന. അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീത